നമസ്കാരം. എൻ്റെ പേര് റൈ സിദ്ദീഖ്. ഞാൻ ഒരു കഥ പറയുന്നേരം സിനിമയുടെ ഡയറക്ടറാണ്. ഈ സിനിമ റിലീസായി ഇന്നേക്ക് 22ാമത്തെ ദിവസമാണ്. ഇവിടെ കേരളത്തിൽ എല്ലായിടത്തും ഈ സിനിമ വളരെ നന്നായിട്ട് നല്ല സദസ്സിൽ ഓടുന്നുണ്ട്. എല്ലാവരും ഈ സിനിമ ഏറ്റെടുത്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ സിനിമ ഇറങ്ങിയ എല്ലാ പ്രേക്ഷകരും ഈ സിനിമയെക്കുറിച്ച് നല്ലതാണ് ഇതുവരെ പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ ഒരു നെഗറ്റീവ് റിവ്യൂസ് പോലും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ പടത്തിൻ്റെ ഒരു കുടുംബ ചിത്രമാണ്. ഇത് ശരിക്കും ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു തൊട്ടടുത്ത് നടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഈ സിനിമ. ഇതൊരു ഹൈറേഞ്ച് ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നിരിക്കുന്നത്. സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിറങ്ങുന്നവരുടെ മനസ്സ് തീർച്ചയായിട്ടും ഒന്ന് നനയും. തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു ഇമോഷണലായിട്ടുള്ള എല്ലാ സീക്വൻസുകളും ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ സിനിമയിൽ നല്ല പാട്ടുകളുണ്ട്. എന്തായാലും ഈ പടം നിങ്ങളെല്ലാവരും കാണുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. നന്ദി, നമസ്കാരം. അമ്മോ, കോവാലിനെ കണ്ട കൂട്ടിക്കൊണ്ട് പോണോ? ശരി ശരി. അഴി നിറച്ച് വായി നോക്കികളാ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലുള്ള ലെനിൻ സിനിമാസിലാണ്. സിനിമ റിലീസായിട്ട് 22 ദിവസമായി. വളരെ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു കഥ പറയുന്ന നേരം എന്ന സിനിമ. പുതുമുഖ നായകനും നായികയുമാണ്. അവരുടെ മികച്ച അഭിനയത്തോടൊപ്പം ഞങ്ങൾ ചില രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എന്നെക്കാൾ വളരെ സീനിയർ നടന്മാരായ ശോഭി തിലകൻ, സീമാജി നായർ, ചാലിപ്പാല, KTS പഠനച്ചേട്ടൻ, കൊച്ചുപ്രേമച്ചേട്ടൻ, അങ്ങനെ തുടങ്ങി നാരായണൻകുട്ടിച്ചേട്ടൻ, നിരവധി പേർ ഇതിൽ നല്ല വേഷങ്ങൾ ചെയ്തിരിക്കുന്നു. നമുക്ക് കുടുംബസമേതം കാണാവുന്നതും കാണേണ്ടതുമായ നല്ലൊരു സിനിമയാണ്. വളരെ വലിയൊരു സിനിമയാണെന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഒരു കൊച്ചു സിനിമയാണ്. എല്ലാവരും ഈ സിനിമ കാണണം. ഞങ്ങളെയും ഇതിലെ നായകനെയും നായികയും ഒക്കെ മധുസൂദനൻ ചേട്ടൻ പുതിയ പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് ഞങ്ങളുടെ ഈ സിനിമ. എല്ലാവരും ഈ സിനിമ കാണണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കുടുംബസമേതം തിയേറ്ററിൽ വന്ന് തന്നെ ലെനിൻ സിനിമാസിൽ വന്ന് തന്നെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിനക്ക് വേണ്ടത് വാറ്റല്ലട മുട്ടയാണട പൊട്ട, എനിക്ക് വേണ്ടത് മുട്ടയല്ലട വാറ്റാണട പൊട്ട. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. എനിക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ലൊരു വേഷം ചെയ്യാൻ സാധിച്ചു. അതിന് ഞാൻ റിയ സിദ്ദിഖ് സാറിനോട് നന്ദി പറയുന്നു. വാഗമണ്ണിൽ വളരെ തണുപ്പ് സമയത്തിന്, അതായത് 2018 കാലഘട്ടത്തിൽ ഫ്ലഡ് ടൈമിലായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ്. ഇതിനകത്ത് ഇതിൻ്റെ ക്രൂസ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ടെക്നിക്കൽ ആണെങ്കിലും എല്ലാവരും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു സിനിമ നിർമ്മിച്ചത്. അതിൻ്റെ ഇപ്പം ഞാൻ സിനിമ കണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ കണ്ടായിരുന്നു. വളരെ ഗംഭീരമായിട്ടുണ്ട്. പൂർണ്ണമായും ഗ്രാമീണ പശ്ചാത്തലത്തിൽ മേക്ക് ചെയ്തൊരു ഫിലിമാണ്. ഒന്നാമത്തെ ആദ്യം എടുത്തു പറയാനുള്ള ഇതിൻ്റെ വിഷ്വൽ ഏതൊരു വ്യക്തിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ ഫ്രെയിംസ് ഓരോന്നും മേക്ക് ചെയ്തിരിക്കുന്നത്. വാഗമൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പാട്ടുകൾ ഇപ്പം വളരെ മലയാള സിനിമയ്ക്കകത്ത് വിരളമായ പാട്ടുകളാണ് എല്ലാ സിനിമയ്ക്കകത്തും ഉള്ളത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അതല്ല. ഇതിനകത്ത് ഉള്ള പാട്ടുകളെല്ലാം ഭയങ്കര ഫീൽ കിട്ടുന്നൊരു സോങ്സാണ്. ഓവറോൾ ഫിലിം നല്ല സിനിമയാണ്. ഇപ്പം ലെനിൻ സിനിമാസിൽ ഇപ്പം തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ വളർന്ന് വലിയൊരു പെണ്ണായി, വലിയ പഠിപ്പ് പോയി. എൻ്റെ പേര് ബെൻസിലാൽ എന്നാണ്. എനിക്ക് ഈ സിനിമയിലേക്ക് ഒരു ഗാനം എഴുതാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ സിനിമ ഞാനിപ്പോൾ കണ്ട് പകുതി ആയതുകൊണ്ട് നല്ല സിനിമയാണ്. കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമീണത ഉൾക്കൊള്ളുന്ന ഒരു നല്ലൊരു സിനിമ. അതായത് കണ്ടവർക്ക് ഇഷ്ടപ്പെടും. മനസ്സിൽ തങ്ങിയിരിക്കുന്നൊരു തിയറി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഈ സിനിമ നല്ല വിജയമായിരിക്കും. പരമാവധി പേര് ഇത് കാണണം. എൻ്റെ പേര് മധുസൂദനൻ മാവേലിക്കര എന്നാണ്. ഒരു കഥ പറയും നേരം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറാണ്. ഈ ഒരു കഥ പറയും നേരം എന്ന ടൈറ്റിൽ തന്നെ അതിൽ പലരുടെയും കഥകൾ പറഞ്ഞു പോകുന്നുണ്ട്.
ഒരു ഗ്രാമത്തിൻ്റെ കഥയാണ്. അതിലുപരി ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവിയാണ്. ഇത് എൻ്റെ 18ാമത്തെ സിനിമയാണ്. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ പുതുമുഖങ്ങളെ വെച്ച് ഈ സിനിമ എടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സിനിമ ഞാൻ എടുത്ത സിനിമയുടെ കഥകളെ സംബന്ധിച്ചോളം അതിനൊക്കെ ഉപരിയായിട്ട് വ്യത്യസ്തമായ ഒരു കഥയാണ് ഇതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ കഥ പുതുമുഖങ്ങളെ വെച്ചെടുത്താലും ഇത് തിയേറ്ററുകളിൽ ഓടും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക തിയേറ്ററിലും ഇന്ന് ഏകദേശം 22ാമത്തെ ദിവസമാണ് ഈ സിനിമ ഓടുന്നത്. അതുകൊണ്ട് ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണം. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടാ വരുന്നത്. കാലം മരണ നേരത്തെന്നും കോലം മാറും കോവാല. കാലം മരണ നേരത്തെന്നും കോലം മാറും കോവാല. ഡയറക്ടറെ സംബന്ധിച്ച് 2 റോളാണ് ഒരേ സമയത്ത്, 3-4 ജോലികൾ ചെയ്ത് സ്ക്രിപ്റ്റും റൈസിൻ്റെയാണ്. അങ്ങനെ പ്രത്യേകത ഉണ്ട്. പിന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും അതിൽ പ്രധാന വേഷവും റൈസാണ് ചെയ്തു എന്നുള്ളൊരു എഡിറ്റിങ് അങ്ങനെ ഒത്തിരി ജോലികൾ ചെയ്തു. സാറ് നമ്മുടെ പ്രൊഡ്യൂസർ മധുസൂദൻ സാറ് പ്രധാനപ്പെട്ട വേഷം ചെയ്തവർക്കും നല്ല അതിനകത്തൊരു പ്രധാനപ്പെട്ട ഗാനവും ആലപിച്ചു. എല്ലാവർക്കും പറയാനുള്ള ഡയറക്ടറിന്റെ മെയിൻ ശില്പിയല്ലേ സിദ്ദീഖാണ് സിനിമയുടെ സംവിധായകൻ, മെയിൻ വേഷം എഡിറ്റർ. എന്തായാലും ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്തായാലും കൂടുതൽ പറഞ്ഞ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ പറയുക, ഇഷ്ടപ്പെട്ടതിൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെ ഈ സിനിമ പൂർത്തീകരിച്ചത്. ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞത് ദൈവത്തിന് പിന്നെ കൂടെയുള്ള എല്ലാവർക്കും സിനിമയുടെ ടെക്നീഷ്യന്മാരും പ്രൊഡ്യൂസേഴ്സ് എല്ലാം